നിങ്ങളുടെ ഈ വർഷം എന്ന് പറയുന്നത് ഞാൻ ആണയിട്ട് പറയുന്നു നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കാൻ പോകുന്ന വർഷമാണ്. ഒരുപാട് ആളുകൾ നല്ല കോൺഫിഡൻസോടെ +2 സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടാകും. എന്നാൽ അതിലേറെ ആളുകൾ നഷ്ടബോധത്തോടെ +1 പഠിച്ചില്ലല്ലോ ഇനി +2 എന്താക്കും എന്നുള്ള നഷ്ടബോധത്തോടെ മുന്നോട്ട് പോകുന്നവരുണ്ടാകും. അതിലേറെ ആളുകൾ +2 ടഫ് ആയിരിക്കുമോ എന്ന പേടിയോടെ മുന്നോട്ട് പോകുന്നവരുണ്ടാകും. ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും. എങ്കിൽ എല്ലാ വിധത്തിൽ ചിന്തിക്കുന്ന ആളുകളും ഒന്ന് കേൾക്കുക. നിങ്ങളുടെ ഈ വർഷം എന്ന് പറയുന്നത് ഞാൻ ആണയിട്ട് പറയുന്നു നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കാൻ പോകുന്ന വർഷമാണ്. സാർ അതെങ്ങനെ സാർ +2 മാർക്കാണോ നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരോട് ഒറ്റ കാര്യം പറയുന്നു, +2 മാർക്കല്ല. +2 നിങ്ങൾ നേടിക്കുന്ന മാർക്കായിരിക്കില്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത്രമാത്രം. നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ സ്കൂൾ ലൈഫിന്റെ ഏറ്റവും അവസാനത്തെ വർഷമായ ഈ വർഷം നിങ്ങൾ ഉണ്ടാക്കുന്ന ഹാബിറ്റുകൾ, നിങ്ങൾ ഉണ്ടാക്കുന്ന കൺസിസ്റ്റന്റ് എഫേർട്ടുകൾ അതിന് നിങ്ങൾക്ക് പകരം കിട്ടിയിരിക്കും. അത് നിങ്ങളുടെ സക്സസിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിച്ചിരിക്കും. +2 നിങ്ങൾ ഉഴപ്പിയ +2 കഴിഞ്ഞ് നിങ്ങൾ ഉഴപ്പും. അത് നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു തരും, നിങ്ങളുടെ സ്വഭാവമായി മാറും. അതുകൊണ്ട് +2 എങ്കിലും നിങ്ങൾ ഈ +2 കഴിഞ്ഞുള്ള ആ കരിയർ ഓപ്പർച്യൂണിറ്റീസിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് +2 നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഈ 11 വർഷം പ്രൂവ് ചെയ്യാത്തത് നിങ്ങൾ ഈ +2 പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഒരുപാട് പേര് നിങ്ങളെ എഴുതി തള്ളിയിട്ടുണ്ടാകാം. നിങ്ങൾക്കൊന്നിനും കൊള്ളത്തില്ല, നിങ്ങൾക്കൊരു മാർക്ക് മേടിക്കാനുള്ള സ്കില്ലില്ല. എടാ നിങ്ങളോട് തന്നെ നിങ്ങൾ കണ്ണാടിയിൽ പോയി ആത്മാർത്ഥമായി ചോദിക്കുക. നിങ്ങളുടെ 100% എഫേർട്ട്, നിങ്ങളുടെ 100% കഴിവ് ഇതിന് മുമ്പുള്ള ഒരു എക്സാമിൽ ഏതിലെങ്കിലും നിങ്ങൾ 100% എഫേർട്ട് എടുത്ത് പഠിച്ചെഴുതിയിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ കഴിവും ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പ്രതിജ്ഞ എടുക്കണം, ഈ വർഷം അതിനുള്ള വർഷമാണ്. ഈ വർഷം അത് പ്രൂവ് ചെയ്യാനുള്ള വർഷമാണ്. ഈ വർഷം ഞാൻ പഠിച്ചിരിക്കും. എൻ്റെ സ്കിൽ എന്താന്ന് എന്നെ എഴുതി തള്ളിയവർ, എന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് തോന്നിച്ചവർക്കൊക്കെ ഞാൻ ഒരു മറുപടി ഈ വർഷം കൊടുത്തിരിക്കും. അങ്ങനെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്. നിങ്ങൾക്ക് +1 മാർക്ക് കുറഞ്ഞോ, നിങ്ങൾ സേഫാണ്. കാരണം ആരും നിങ്ങളെ വാച്ച് ചെയ്യുന്നില്ല. നിങ്ങൾ എന്തായാലും അവരെ എഴുതി തള്ളി, നിങ്ങളൊന്നും ഇതാക്കുന്നില്ല. ആ ഒരു സ്ഥലത്ത് ആരും അറിയാതെ നിങ്ങൾ പറന്നുയരണം മക്കളെ. നിങ്ങളൊരു മോട്ടിവേഷനായിട്ട് ഒന്നും നിങ്ങൾ കാണണ്ട. നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്ന, സ്കൂൾ ലൈഫിൽ കിട്ടുന്ന അവസാന ചാൻസ്, നിങ്ങളുടെ കരിയറിലേക്ക്, നിങ്ങളുടെ ഒരു സക്സസ് ലൈഫിലോട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാന ചാൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ നിർണ്ണയിക്കാൻ ചാൻസ് ഉള്ള ഒരു അവസാന ചാൻസ്. നിങ്ങൾ റെഡിയാണോ? അങ്ങനെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആകണമെന്നും നിങ്ങളുടെ +2 ലൈഫിൽ നിങ്ങളുടെ കഴിവെന്താണെന്ന് കാണിച്ചു കൊടുക്കാനും ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ നല്ല കൺസിസ്റ്റന്റ് ഹാബിറ്റ് വളർത്തിയെടുത്ത് നല്ല രീതിയിൽ ഈ വർഷം നഷ്ടപ്പെടുത്താതെ, ഈ വർഷം കൂടി വേസ്റ്റ് ആക്കാതെ ലൈഫിൽ അഭിമാനിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ലൈഫിൽ ഓർത്തിരിക്കുന്ന ഒരു വർഷമാക്കി മാറ്റണമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാ. ഞങ്ങളുടെ ബാച്ച് ലിങ്ക് ഒക്കെ കമന്റ് ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ തീരുമാനം എടുത്തോ, ഇനി മുതൽ ഈ വർഷം ഞാൻ വേസ്റ്റ് ആക്കില്ല. ഈ വർഷം കഴിയുമ്പോൾ ഞാൻ അതിനോർത്ത് റിഗ്രറ്റ് ചെയ്യില്ല. ഇതെൻ്റെ അവസാന തീരുമാനമാണ്, അത് ഞാൻ നടത്തിയിരിക്കും. അങ്ങനെ ഉറച്ച തീരുമാനം നെഞ്ചിൽ കൈവച്ച് പറയുക. നിങ്ങളുടെ ലൈഫിൽ ഇതെന്നും ഓർമ്മയുണ്ടാകണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.